കല്യാണം കഴിക്കാൻ പോകുന്ന വുഡ്ബികളില്ലേ, ആണും പെണ്ണും പാർക്കിലിരുന്നിട്ട് കടലാസ് എടുത്തിട്ട് ഇങ്ങനെ എഴുതും, ഞാനും നീയും തമ്മിൽ ബന്ധം ഉണ്ടാകുമ്പോൾ നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇന്ന കാര്യം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റിൻ്റെ മേലെ കല്യാണം കഴിച്ചാൽ ഇതുണ്ടാവില്ല. ഇത് ജീവിച്ച് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഹൃദയം കൊണ്ട് ചേർന്നിട്ട് അനുഭവിച്ചിട്ട് ഉണ്ടാകേണ്ട ബന്ധമാണ് ഇത്. ഇതേക്കുറിച്ചൊരു കവി ഇങ്ങനെ ഖലീൽ ജിബ്രാൻ്റെ വരികളെ മലയാളത്തിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. പാതിരക്ക് വീട്ടിലെത്തിയ ഭർത്താവ് ഇങ്ങനെ പുറത്തു നിന്ന് വിളിക്കുകയാണ്, ദൈതേ തുറക്കൂ വാതിൽ. അകത്തു നിന്ന് ചോദ്യം, വന്നതാരാ? വന്നു മൊഴിഞ്ഞു ഞാൻ ഉത്തരം, വന്നത് ഞാനാ, ഭർത്താവാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി വാതിൽ മുട്ടിയപ്പോൾ തുറന്നില്ല അവൾ വാതിൽ തുറന്നില്ല. വീണ്ടും വിളിച്ചു ഞാൻ, ദൈതേ തുറക്കൂ വാതിൽ. അകത്തു നിന്ന് ചോദ്യം, വന്നതാരാ? മൊഴിഞ്ഞു ഞാൻ ഉത്തരം, വന്നത് ഞാനാ, പെണ്ണേ ഞാനാ വന്നത്, നിന്റെ ഭർത്താവാ. തുറന്നില്ല അവൾ വാതിൽ. ഞാൻ അതിനെ നീട്ടിപ്പറയുന്നില്ല. ആറാമതും വിളിച്ചു, ദൈതേ തുറക്കൂ വാതിൽ, പ്രിയപ്പെട്ടവളെ വാതിൽ തുറക്കൂ. അകത്ത് നിന്ന് അപ്പോൾ ചോദ്യം, വന്നതാരാ? മൊഴിഞ്ഞു ഞാൻ ഉത്തരം, കരുതലോടെ, വന്നത് നീയാ. അപ്പോൾ അവൾ വാതിൽ തുറന്നൂന്ന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനാന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പറയുമ്പോൾ പെണ്ണിന് കേൾക്കേണ്ടത്, പ്രിയപ്പെട്ടവനെ ഞാൻ എന്ന് പറഞ്ഞിട്ടൊന്നില്ല, ഈ വീട്ടിൽ നീയും ഞാനും ഒന്നാണ്. ഭർത്താവിൻ്റെ വിഷമങ്ങളും വേദനകളും കടങ്ങളും വെപ്രാളങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവരാണ്. ഈ ചർച്ചയാണ് നമ്മൾ ദാമ്പത്യത്വം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അത് നിക്കാഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ നക്കഹ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. നക്കഹ, നമ്മൾ അൻകഹ സവ്വജ എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് ചേർത്ത് വെക്കുന്ന ഇസ്ലാമിലെ വിവാഹത്തിലെ നക്കഹ ഉണ്ടല്ലോ, ആ നക്കഹൻ്റെ അർത്ഥം കയറിങ്ങനെ പിരിച്ചു ചേർക്കുന്നത് പോലുള്ള ബന്ധം. റെയിൽവേ ട്രാക്ക് പോലെ പോകുന്നതല്ല. കയറിങ്ങനെ പിരിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? നീയും ഞാനും എന്ന് പറയുന്ന ഒന്നുണ്ടാവില്ല. നമ്മൾ ചേർന്നിട്ടുള്ള ഒരു അനുഭവമാണത്. ആ അനുഭവത്തിലേക്കാണ് വിവാഹ ജീവിതവും കുടുംബ ബന്ധവും ഒക്കെ എത്തിച്ചേർന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുടുംബ ബന്ധത്തെക്കുറിച്ച് ഖുർആനിൽ സൂറത്തുർ റൂമിൽ എല്ലാ നിക്കാഹിലും ഉസ്താദുമാർ ഖുതുബയിൽ ഓതുന്ന ഒരായത്ത് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ 2 പില്ലറിനെ കുറിച്ച് ഖുർആൻ സംസാരിച്ചു. വിവാഹ ജീവിതത്തെ ഉജ്ജ്വലമാക്കുന്നതിൻ്റെ 2 പില്ലറുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാണ് ഇണകൾ? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്കൊരു സമാധാനം കിട്ടാനാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് എന്തിനാ? ഒരു സമാധാനവും ഒരു സന്തോഷവും കിട്ടാനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സമാധാനം വരുന്നത്? അത് വരാൻ 2 വഴികൾ ഇസ്ലാം പഠിപ്പിച്ചു. ആ 2 പില്ലറുകൾ നമ്മുടെ കുടുംബത്തിലെല്ലാവരും നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊണ്ടുവയ്ക്കണം. അതിലൊന്ന് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ നാം സ്നേഹത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയാ, കല്യാണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സ്നേഹത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. രണ്ടാമത്തത് റഹ്മത്താണ്. ഒന്നുകിൽ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ കാരുണ്യം കൊണ്ടായിരിക്കും ഇതിനെ ചേർത്ത് പണിയേണ്ടത്. ഞാൻ സ്നേഹത്തിനെ കുറിച്ച് രണ്ടാമത് പറയാം. കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചില സെഷനുകളിലൊക്കെ ചോദിക്കാറുണ്ട്, ഭാര്യയും ഭർത്താവും ആണല്ലോ നിങ്ങൾ തമ്മിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ മസിൽ പിടിച്ചിട്ട് കൈ താഴ്ത്തിയിടും. നമ്മൾ പിണങ്ങിയിട്ടില്ല എന്ന് കാണിക്കലാണ് അവരുടെ ഉദ്ദേശം. സത്യത്തിൽ നല്ല ഇണക്കമുള്ള വീട്ടിലൊക്കെ എന്തുണ്ടാവും? പിണക്കം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം ഇത് രണ്ടും ഒരച്ചിൽ വാർത്തതല്ല. ഏതോ ഒരു അച്ചിൽ വാർത്ത ഏതോ ജീനുകളിൽ വ്യത്യാസമുള്ള ആണും അതേപോലെ വ്യത്യാസമുള്ള, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിൽ 10-12 വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പിണങ്ങും. എന്നാൽ പിണങ്ങിയാൽ ഇണങ്ങണമെങ്കിൽ അവിടെ റഹ്മത്ത് വർക്ക് ചെയ്യണം. ആണുങ്ങളാണോ മുൻകൈയെടുക്കുക, പെണ്ണുങ്ങളാണോ മുൻകൈയെടുക്കുക? ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ പിണങ്ങിയ ആരാ ആദ്യം എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഇണക്കം നേരെയാക്കാൻ വേണ്ടി നോക്കുക? പെണ്ണുങ്ങൾ പറയും ഞങ്ങളാ, ആണുങ്ങൾ പറയും ഞങ്ങളാ.
പക്ഷെ ഞാനതിന് ഇങ്ങനെ വ്യാഖ്യാനം കൊടുക്കാം. ആർക്കാണോ ഫീലിങ്സുകൾ കൂടുതൽ അവരായിരിക്കും വേഗം നന്നാക്കാൻ നോക്കുക. അതിൽ മിക്കവാറും പെണ്ണുങ്ങളാണ് ഫീലിങ്സിൽ നിൽക്കുക. ആണുങ്ങൾ അധികവും ഈ ചിന്തകളുടെ ലോജിക്കിൻ്റെ ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയാൽ ഭർത്താവ് പറയും, നീ ആ ഭാഗത്ത് പോയിട്ട് എടുത്തോ, കാരണം 1500 ചുരിദാറൊക്കെ നിൽക്കുന്ന ഭാഗം അതാണ്. അപ്പോൾ പെണ്ണിൻ്റെ ഫീൽ എന്താണെന്നറിയോ? നിങ്ങളെ പെങ്ങളോട് നിങ്ങളങ്ങനെ പറയൂലല്ലോ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ഉണ്ടോ? ആണുങ്ങൾ എപ്പോഴും ലോജിക്ക്, കാൽക്കുലേഷൻ, ബഡ്ജറ്റ് ഇതിലൊക്കെ നിൽക്കും. മുസ്തമാഷ ഭാര്യയിലുണ്ടാവോ? പെണ്ണുങ്ങൾ ഫീൽ ചെയ്യും, വേഗം ഫീൽ ചെയ്യുന്നവരാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പഠിച്ചോനെ 3 വർഷമോ 4 വർഷമൊക്കെ മിണ്ടാണ്ട് നിന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിലെ. ഇത് രണ്ടും ഇങ്ങനെ കൊണ്ടിരുത്തിയാൽ ഈ നോട്ടിലൊക്കെ പ്രിൻ്റ് ചെയ്ത കോലങ്ങളില്ലേ, 2 ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇരുന്നാൽ മുഖത്ത് നോക്കൂല. മക്കളും കാണുന്നത് ഇതാണ്. ഉപ്പാൻ്റെ മുഖത്ത് വെക്കുന്നില്ല, ഉമ്മ വരുമ്പോൾ ഉപ്പാക്ക് ഇഷ്ടമല്ല, ഉപ്പ വരുന്ന ഉമ്മക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒരു ദുരന്ത മുഖത്താണ് നമ്മൾക്ക് ജീവിക്കേണ്ടി വരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ വീട്ടിൽ നിൽക്കൂല, അവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചോടാനാ തോന്നാം. അപ്പോൾ കാരുണ്യം കൊണ്ടുള്ള വീണ്ടെടുക്കൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഭാര്യയ്ക്ക് തോന്നി, പഠിച്ചോനെ ഇയാളെ എങ്ങനെയെങ്കിലുമൊക്കെ നന്നാക്കണം, 3 ദിവസമായിട്ട് പിണങ്ങിയിട്ട് ഒന്നും തിന്നാണ്ട് പോകുന്നു, ഏടുന്നല്ലോ തിന്നിട്ട് വരുന്നു. ഭാര്യ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കണ്ണൂർക്കാരി ഭാര്യ എന്ന് വിചാരിച്ചോ, അവളെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലൊരു പൂവെടുത്ത്, റോസാപ്പൂ എടുത്ത് വെച്ചു. ചില അടയാളങ്ങളാണ്. സ്ത്രീകൾ അധികവും ലക്ഷണങ്ങളെ കൊണ്ടാണ് സംസാരിക്കുക, നേരിട്ട് പറയില്ല. അപ്പോൾ എന്താ അടയാളം? ഇവളുടെ ഇതുകൊണ്ടെങ്കിലും ഇയാളുടെ ദേഷ്യം ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവളിങ്ങനെ കാത്തു നിന്നു. മക്കളോടൊക്കെ പറഞ്ഞു, നിങ്ങളിന്ന് ഒച്ചയും പാളൊന്നും ഉണ്ടാക്കരുത്, വാപ്പ വരുന്നുണ്ട്. ഇയാൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ഈ ഭർത്താവ്, ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ കാൽക്കുലേഷൻ്റെ ആളാണ്, ഇയാൾ ഈ ലോജിക്കിലാണ് നിൽക്കുക. ഇയാൾ ഈ പൂവെടുത്തിട്ട് പറഞ്ഞു, ഇതാ മുള്ളുള്ള പൂവാ ബെഡിൽ വെച്ചിരിക്കുന്നത്, ഇനി അങ്ങോട്ട് എനിക്ക് ഈ വീട്ടിൽ മുള്ള കിട്ടാൻ പോകുന്നു എന്നും പറഞ്ഞു. അത്രേ. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, ഇവർ ചിന്തിക്കുന്നതൊന്ന്. ഇതൊന്ന് നേരെയാകാൻ വേണ്ടി ഭാര്യ എന്ത് ചെയ്തു, ഒരു ചിഹ്നം, എന്തോ ഒരു ചിഹ്നം വാട്സപ്പിൽ അങ്ങോട്ടേക്ക് ഇട്ടു. എന്നിട്ട് അതിൻ്റെ താഴെ അസ്സലാമു അലൈക്കും ഇട്ടു. എന്തിനാ? ഭർത്താവ് ഒരു വലൈക്കും സലാം ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ ഐസൊന്ന് പൊളിക്കാലോ, 3-4 ദിവസമായില്ലേ മിണ്ടാണ്ട് നിൽക്കണേ. അവിടെ ആ പെണ്ണ് കാരുണ്യത്തിൻ്റെ വഴിയിലൂടെ പോകുന്നയാ, വിട്ടുവീഴ്ചയുടെ വഴിയിലൂടെ പോവുക. ഭർത്താവ് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു ഇങ്ങോട്ട് പകരം. കണ്ടോ? ഇത് നേരെ തിരിച്ചു സംഭവിക്കാം. ചില ആണുങ്ങൾ വേഗം നന്നാക്കാൻ നോക്കും, പെണ്ണും ഇങ്ങനെ നിൽക്കും, ബലൂണ് ഇങ്ങനെ വീർപ്പിച്ച മാതിരി. ഞാനിങ്ങനെ വായിച്ചു, മസിൽ പിടിച്ചിങ്ങനെ നിൽക്കൂലേ നമ്മൾ, ശരിയാവൂല, വിട്ടുകൊടുക്കൂല, എൻ്റെത് മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് വിട്ട് നിൽക്കൂലേ. അങ്ങനെ ഒരാൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ 70 മസിലുകൾ ഇങ്ങനെ പൂട്ടിയിട്ട പോലെ വർക്ക് ചെയ്യണമെന്നാണ്. ചിരിക്കാൻ 14 മസിലേ വർക്ക് ചെയ്യണ്ടുള്ളൂ. ഏതാ ലാഭം? വിട്ടേക്കണം, പോട്ടേന്ന് വിചാരിക്കണോ? ആ വിട്ടുകൊടുക്കുന്നിടത്ത്, പോട്ടേന്ന് വിചാരിക്കുന്നിടത്ത്, ചേർത്ത് പിടിക്കുന്നിടത്ത് അവിടെ ഒരു റഹ്മത്തിൻ്റെ അംശമുണ്ട്. അത് വീട്ടിൽ തുടങ്ങണം. ഇതൊക്കെ പോട്ടെ, 65 വയസ്സുള്ള ഉമ്മാമ്മയും 70 വയസ്സുള്ള ഉപ്പാപ്പ ഒരു വീട്ടിലുണ്ട്, മക്കളെല്ലാം ഗൾഫിലാണ്, 4 ദിക്കിലാന്ന് വിചാരിച്ചോ. ഇയാൾ ആരാണ് ആദ്യം മരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. ഭർത്താവ് ചില സമയത്ത് ഭാര്യയുടെ കാല് തടയി കൊടുക്കും, ഭാര്യ ഭർത്താവിന് കാല് തടയിൻ്റെ കാരണം ഇത് അവസാന നിമിഷങ്ങളാണ്. അപ്പോൾ കഞ്ഞി ഇങ്ങനെ സ്പൂണിൽ കോരിക്കൊടുക്കും. സമയത്രായി എന്നൊക്കെ ഭർത്താവ് ചോദിക്കും, കാഴ്ചക്ക് മങ്ങലുണ്ട്. ഇവർക്കിടയിൽ മവദ്ദത്തല്ല വർക്ക് ചെയ്യുന്നത്, ഇവർക്കിടയിൽ റഹ്മത്താ. അപ്പോൾ ഈ റഹ്മത്ത് കൊണ്ട് ചേർത്ത് പിടിക്കുന്ന കുടുംബ ബന്ധം, വിട്ടുകൊടുക്കുക, പോട്ടെ വിട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കൾ കുഴപ്പം കാണിച്ചാൽ നമ്മളതിനെ അവന് ചേർത്ത് പിടിക്കും, പിന്നെയും. എന്താ? കാരുണ്യം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന എന്തോ ഒന്ന് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകണം. അവിടെ നന്മയുണ്ടാവും.